നമസ്കാരം. കുറ്റവാളികളെയും അനധികൃത കുടിയേറ്റക്കാരെയും തിരികെ കൊണ്ടുപോയില്ലെങ്കിൽ ട്രംപ് ശൈലിയിലുള്ള വിസ നിരോധനം രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തുമെന്ന കടുത്ത നിലപാടെടുക്കുകയാണ് യു കെ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് നടത്തിയ പ്രഖ്യാപനം ബ്രിട്ടന്റെ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ഡേറ്റ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. അനധികൃത കുടിയേറ്റം തടയുന്നതിനായി ബ്രിട്ടൻ കടുംകൈ ചെയ്യാൻ പോവുകയാണ് എന്നതാണ് സത്യം. ബ്രിട്ടന്റെ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ഡേറ്റ പുറത്തേക്ക് വരുന്നതോടെ രാജ്യം നേരിടുന്ന കുടിയേറ്റം, അപേക്ഷകളിലെ കുത്തനെയുള്ള വർധനവ്, ക്രമരഹിതമായ കുടിയേറ്റം എന്നിവയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിയമപരമായി യു കെയിലേക്ക് ആരാണോ വരുന്നത്? നിയമവിരുദ്ധമായി യു കെയിലേക്ക് എത്തുന്നത് ഏത് രാജ്യക്കാരാണ്? അഭയം തേടുന്നവർ ആരൊക്കെ? ജയിലുകളിൽ എത്ര വിദേശ പൗരന്മാരുണ്ട്? തുടങ്ങി സമഗ്രമായ വിവരങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആഗോള സംഘർഷങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവ യു കെയിലേക്കുള്ള കുടിയേറ്റത്തെ എത്തരത്തിൽ ബാധിക്കുന്നുവെന്നും ഇത് ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ എത്രത്തോളം ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്താനും സഹായിക്കും. ഇതോടെ കുടിയേറ്റ നിയമങ്ങളിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് യു കെയിൽ ഇനി നടക്കാൻ പോവുക. യു കെയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നതിൽ ചില രാജ്യങ്ങളിലെ സർക്കാരുകൾ സഹകരിച്ചില്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തുമെന്നതടക്കമുള്ള കടുത്ത നീക്കങ്ങളാണ് ആഭ്യന്തര ഓഫീസ് നടത്താൻ പോകുന്നത്. നിയമപരമായി യു കെയിലേക്ക് ആരാണ് വരുന്നത്? നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആഭ്യന്തര ഓഫീസിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം തൊഴിൽ, പഠനം, കുടുംബം അല്ലെങ്കിൽ മാനുഷിക കാരണങ്ങൾ എന്നിവ മൂലം നിയമപരമായി യു കെയിലേക്ക് വരാൻ 2025 ജൂൺ വരെ ആകെ 8,34,977 വിസകൾ വിദേശ പൗരന്മാർക്ക് നൽകി. ഈ കണക്ക് ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യക്കാരാണ്. 5-1, അതായത് ആകെ 1,65,970 വിസകൾ. ചൈനയാണ് തൊട്ടുപിറകെ, പിന്നീട് പാകിസ്ഥാൻ, നൈജീരിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ. വിസ നിരോധനം ഇനി ആർക്കൊക്കെ വരാം? അതിഭീകരമായ കുടിയേറ്റം, അനധികൃത കുടിയേറ്റം നടത്തുന്ന രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാരെ തിരിച്ചെടുത്തില്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്കാണ് ഇനി വിസ നിരോധനം വരുത്താൻ പോകുന്നത് എന്നാണ് യു കെയുടെ പുതിയ നിയമപരിഷ്കരണം. അങ്ങനെയെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളായ അങ്കോള, നമീബിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവയാണ് ആദ്യ വിസ നിരോധനം നേരിടേണ്ടി വരുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളിൽ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമാണ്. ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള പൗരന്മാർക്ക് ഈ കാലയളവിൽ 299 വിസ അനുവദിച്ചിട്ടുണ്ട്. മൊത്തം വിസ അനുമതിയിൽ 0.04%. അങ്കോളയിൽ നിന്നുള്ള പൗരന്മാർക്ക് 273.03%. നമീബിയയിൽ നിന്നുള്ളവർക്ക് 140. ഇതിന് പുറമെ തൊഴിൽ, പഠനം, കുടുംബം അല്ലെങ്കിൽ മാനുഷിക ആവശ്യങ്ങൾക്കായി അനുവദിച്ച യു കെ വിസകളുടെ ആകെ എണ്ണം ഏകദേശം 1/3 കുറഞ്ഞു എന്ന പഠനവും വരുന്നുണ്ട്. ഇനി നിയമവിരുദ്ധമായി യു കെയിലേക്ക് വരുന്നവർ ആരാണ്? നിയമവിരുദ്ധമായി യു കെയിൽ എത്തുന്ന കുടിയേറ്റക്കാരെ കുറിച്ച് വിശദമായ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ക്രമരഹിതമായ വഴികളിലൂടെ രാജ്യത്ത് പ്രവേശിച്ചവരിൽ കണ്ടെത്തിയവരിൽ പകുതിയിലധികം 5 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഹോം ഓഫീസ് ഡേറ്റ അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ, എറിട്രിയ, ഇറാൻ, സുഡാൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അനധികൃത കുടിയേറ്റങ്ങൾ ധാരാളമായി നടക്കുന്നത്. യു കെയിലേക്കുള്ള മൊത്തം ക്രമരഹിത കുടിയേറ്റത്തിന്റെ 55% വരുന്നത് ഈ 5 രാജ്യങ്ങളിൽ നിന്നാണ്. 48,478 പേർ ക്രമരഹിതമായ വഴികളിലൂടെ യു കെയിലെത്തിയതായി കണ്ടെത്തി. ഇതിൽ ഭൂരിപക്ഷം, അതായത് 42,446 പേരും ഇംഗ്ലീഷ് ചാനൽ കടന്നു വന്നവരാണെങ്കിൽ ബാക്കിയുള്ളവർ ലോറിയിലോ ഷിപ്പിംഗ് കണ്ടെയ്നർ പോലെയുള്ള മറ്റു മാർഗങ്ങളിലൂടെ യു കെയിലെത്തിയവരാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളില്ലാത്തവരാണ്. 6,589 പേർ അഫ്ഗാൻ പൗരന്മാരാണ്. എറിത്രിയ, ഇറാൻ, സുഡാൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ള ആളുകൾ. ജൂൺ വരെയുള്ള വർഷത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നും ഈ രീതിയിൽ എത്തിയത് 11 പേർ മാത്രമാണ്. അങ്കോളയിൽ നിന്ന് 3 പേർ, നമീബിയയിൽ നിന്നും ആരും എത്തിയില്ല. ഇനി യു കെയിൽ ആരാണ് അഭയം നേടുന്ന ആളുകൾ എന്നറിയണ്ടേ? 2025 ജൂൺ വരെയുള്ള വർഷത്തിൽ യു കെയിൽ അഭയം തേടിയത് 1,11,084 പേരാണ്. 2001 നിലവിലെ രേഖകൾ ആരംഭിച്ചതിന് ശേഷമുള്ള 12 മാസ കാലയളവിലെ ഏറ്റവും ഉയർന്ന സംഖ്യ കൂടിയാണിത്. അത് 2024 ജൂൺ മുതൽ 2025 ജൂൺ വരെയുള്ള കണക്കുകളിൽ. അപേക്ഷയിൽ ഏറ്റവും കൂടുതൽ പേർ പാകിസ്ഥാനികളാണ്. 11,234 പേർ, അല്ലെങ്കിൽ ആകെ അപേക്ഷയുടെ 10.1% പാകിസ്ഥാനികളാണ്. രണ്ടാമത്തെ ലെവലിൽ വരുന്നത് അഫ്ഗാനാണ്. തൊട്ടു പിന്നിൽ ഇറാനിയക്കാർ, മറ്റൊന്ന് എറിത്രിയ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് തൊട്ടുപിറകെ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നും 134 പേരും, നമീബിയയിൽ നിന്നും 104 പേരും, അങ്കോളയിൽ നിന്നും 27 പേരും എന്നിവർ അഭയം തേടുന്നതായി അപേക്ഷിച്ചിട്ടുണ്ട്. 2025 ജൂൺ അവസാനത്തോടെ യു കെയിൽ അഭയം തേടുന്നവരുടെ അപേക്ഷയിൽ പ്രാരംഭ തീരുമാനത്തിന് ഏകദേശം 90,812 പേർ കാത്തിരിക്കുന്നുണ്ട്. ഇനി ജയിലുകളിലുള്ള വിദേശ പൗരന്മാരുടെ കണക്കുകളുണ്ട്.
ജൂൺ അവസാനത്തോടെ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ 10,737 വിദേശ പൗരന്മാരുണ്ടായിരുന്നു. എന്നാൽ ഒരു വർഷം മുൻപ് 2024 സെപ്റ്റംബറിൽ ഇത് 10,418 കുറഞ്ഞുവെന്നും നീതിന്യായ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. സെപ്റ്റംബർ അവസാനത്തോടെ ജയിൽ ജനസംഖ്യയിൽ ഏറ്റവും സാധാരണമായ വിദേശ പൗരത്വം അർമേനിയക്കാരാണ്. തുടർന്ന് പോളിഷ്, ഐറിഷ്, റൊമാനിയൻ, ഇന്ത്യക്കാർ എന്നിവരാണ് മറ്റു വിഭാഗത്തിലുള്ളത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് 56 പൗരന്മാരും അങ്കോളയിൽ നിന്ന് 39 പേരും നമീബിയയിൽ നിന്ന് 9 പേരും ഉണ്ടായിരുന്നു. അതായത് സമഗ്രമായ പരിശോധനകളാണ് UK നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ രൂക്ഷമായ കുടിയേറ്റ നിയമങ്ങളിലേക്ക് UK പോകും. നമുക്കറിയാവുന്ന കാര്യമാണ്, UK പോലെ ഒരു രാഷ്ട്രം, ബ്രിട്ടനെ പോലെ ഒരു രാഷ്ട്രം ധാരാളം ആളുകളെ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷേ അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള അവിടുത്തെ സിറ്റിസൺസ്, പൗരന്മാർക്ക് ഇത് പ്രതിസന്ധി ഉണ്ടാക്കുകയും അതിഭീകരമായിട്ടുള്ള മാനുഷിക സഹായങ്ങൾ നൽകുന്നതോടെ UK ആഭ്യന്തര സുരക്ഷ തന്നെ അവതാളത്തിലാവുകയും മാത്രമല്ല UK പോലൊരു രാഷ്ട്രത്തിന് അതിൻ്റെ പൗരന്മാർക്ക് കൊടുക്കാനുള്ള വിഭവങ്ങളിൽ അടക്കം പരിമിതികൾ വരികയും ഇൻഫ്ലേഷൻ, വിലക്കയറ്റം വലിയ രീതിയിൽ ഉണ്ടാവുകയും ആളുകൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടാവുകയും സാമൂഹ്യ സുരക്ഷയിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുന്നതോടുകൂടിയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ UK ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് പോകുന്നത്. അതായത് ട്രംപ് എന്താണോ മുന്നോട്ട് വെച്ചിരുന്നത് അതേ മാതൃകയിൽ UK അവരുടെ അതിർത്തികളെ അടയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.